ഹേ ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഷെയ്ഖുടെ അങ്കണവാടിയിൽ ഒരു ഓണ സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കാൻ 11 മണി ആ ടൈമിലാട്ടോ പരിപാടി തുടങ്ങുക. അപ്പോൾ ലിഹാനുവിനെ ഉറക്കിയിട്ടാട്ടോ പോണത്. ഇൻഡിപെൻഡൻസ് ഡേക്ക് തന്നെ കൊണ്ടുപോയിട്ടാകും ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. ആൾ കൂടുമ്പോൾ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹാനിയ ഇല്ല കേട്ടോ. ഹാനിയ ഉപ്പാടെയും ഉമ്മാടെയും കൂടെ തായ്ലൻഡ് പോയിക്കാണ്. അപ്പോൾ രാവിലെ വേഗം എന്നിട്ട് ഓരോ പണികളൊക്കെ കഴിഞ്ഞ് കുട്ടികളെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി ലിഹാനുവിനെ ഉറക്കിയിട്ടാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന റംഷനെ കൊണ്ടാക്കി തന്നെ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും വന്നു തുടങ്ങണമല്ലോ കേട്ടോ. നല്ലൊരു മഴക്കാറുണ്ടായിരുന്നു, പിന്നെ നല്ലൊരു വെയിലായിട്ടോ. അപ്പം ഞാൻ പോണ ടൈമിൽ കുറച്ച് താത്താർ വന്ന് പൂക്കളിടായിരുന്നു. പിന്നെ അംഗനവാടി ടീച്ചർക്ക് എത്തണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഹെൽപ്പർ കുട്ടികളിനെയൊക്കെ നിർത്തിയിട്ട് എന്നെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വീഡിയോ കൂടി എടുത്താൽ കേട്ടോ. ചെറിയ മക്കളായതുകൊണ്ടേ ഒരാൾ നിൽക്കുമ്പോൾ ഒരാൾ നിൽക്കില്ല, അങ്ങനെ ആയിട്ട് എല്ലാവരും സെറ്റാക്കിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളിങ്ങനെ പട്ടുപാവാടയും അതുപോലെ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ടീച്ചർ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വലിയൊരു സെറ്റ് സാരിയും കുട്ടികൾ പട്ടുപാവാട അതുപോലെ മുണ്ടും ഷർട്ടൊക്കെയാണ് കേട്ടോ. പക്ഷെ അവിടെ പോയി നോക്കിയപ്പോൾ എല്ലാവരും നോർമൽ ഡ്രസ്സിലായിരുന്നു. ഞാനെന്തായാലും അത്യാവശ്യം ഒരുങ്ങിയിട്ട് തന്നെ കേട്ടോ പോയത്. കാരണം എനിക്ക് സാരിയൊക്കെ ഉടുക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആമോദത്തോടെ വസിക്കുന്നാലും അവറ്റങ്ങാർക്കുമൊട്ടില്ലതാനും തിരുവോണപ്പുലരിൽ തിരുമണിൽ കാഴ്ചവങ്ങൾ തിരുമേനിയേഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഉത്രാടം പോക്കുമെന്നു തിരുമേനിയേഴുന്നള്ളും നമ്മുടെ ടീച്ചറും കുട്ടികളൊക്കെ ആയിട്ട് അടിപൊളി ഓണപ്പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസേര കളി, അതുപോലെ സുന്ദരിക്ക് പൊട്ടാടൽ, അങ്ങനെ. അപ്പോൾ കുട്ടികൾ നമ്മളൊക്കെ പുറത്തുണ്ട്. ആദ്യം കുട്ടികളുടെ കസേര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമാരുടെയും പിന്നെ പുറത്തുള്ള കുട്ടികളുടെയും അങ്ങനെയൊക്കെ കസേരകൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അംഗനവാടി കുട്ടികളുടെ ആയിട്ടോ. അപ്പോൾ അവർക്ക് ചെറിയ കസേരയൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എങ്ങനെ ഓടേണ്ടതെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഷേക്കൊന്ന് വീണിട്ട് പിന്നെ അവൾ നിന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സുന്ദരിക്ക് പൊട്ടാടലായിട്ടോ. അപ്പോൾ ഗെയ്സ് എനിക്കതിൽ ഫസ്റ്റ് കിട്ടിയിട്ട് എന്താ എനിക്കറിയില്ല, ഞാനൊരു ഊഹത്തിലങ്ങനെ തൊട്ട് നോക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ചപ്പോൾ അതങ്ങോട്ട് സെറ്റായിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ പരിപാടി സദ്യ കഴിക്കലായിരുന്നു കേട്ടോ. കാരണം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പരിപാടി. 11 പറഞ്ഞിട്ട് 12 മണി കഴിഞ്ഞിട്ടാട്ടോ തുടങ്ങിയത് തന്നെ. എല്ലാവരും വന്നിട്ട് ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഓരോ കറികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മളുടെ അങ്കണവാടി കുട്ടികളിനായിട്ട് ഒരു സൈഡിലായിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമക്കളല്ലേ, അപ്പോൾ അവർക്ക് ആദ്യം ഫുഡ് കൊടുത്തിട്ട് ബാക്കിയുള്ളവർ കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഓരോ കറികളായിട്ട് വന്ന് സദ്യ പറയുമ്പോൾ ഒരു ഓണത്തിന് കഴിക്കുമ്പോൾ ഒരു വൈബാട്ടോ. അല്ലാത്ത ടൈമിലൊക്കെ ഇങ്ങനെ സദ്യ കിട്ടുകയാണെങ്കിൽ കൂടി നമുക്കത് കഴിക്കുമ്പോൾ ഒരു വലിയ ഫീലില്ല.
പക്ഷേ ഓണത്തിന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഷെയ്ഖുവിന് സാമ്പാർ വേണോ ചോദിച്ചാട്ടോ, പക്ഷെ അവൾ കഴിക്കാറില്ല, എരിവുകളൊന്നും ഇവർ കൂട്ടാറില്ല കേട്ടോ. അപ്പോൾ പപ്പടമൊക്കെ കൊടുത്തിട്ട് അവളത് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളെ അമ്മമാരിരുന്ന് അപ്പോൾ അത് ആദ്യമായിട്ട് ചോറാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ കറികളായിട്ട് വന്ന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വീഡിയോ ഉണ്ടല്ലോ, തോരൻ വന്നു അങ്ങനെ. അപ്പം ഞാൻ ആ റീൽസിന് അല്ലെങ്കിൽ ഷോർട്സിനായാലും ഇടാലോ വെച്ചിട്ട് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ഇരിക്കുന്ന താത്ത നമുക്ക് ചോറിൽ കുഴി ഉണ്ടാക്കുക, അപ്പോൾ അതിൽ സാമ്പാർ ഒഴിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അതുപോലെ ചെയ്തിട്ടാണ്. അപ്പോൾ അതേപോലെ അതിൽ തന്നെ സാമ്പാറൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് കുറേ കറികളുണ്ട് കേട്ടോ. മുട്ടക്കോസ് ഉപ്പേരി, അതുപോലെ കൂട്ടുകറി, ഇഞ്ചിപ്പുളി, അവിയൽ അങ്ങനെയൊക്കെ കേട്ടോ. ഇതിൽ കുറേ കറികളുടെ പേര് എനിക്കറിയില്ല. നമ്മളുടെ സദ്യക്കുള്ള ഓരോ സംഭവങ്ങളും ഓരോരുത്തർ വീട്ടിൽ നിന്ന് കൊണ്ടുവരാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളെ വെച്ചിട്ട് നടക്കലാണ്ടാണ് നമ്മൾ പൈസ കേട്ടോ കൊടുത്ത്. അപ്പോൾ ഇവിടെ ടാർപ്പ ഇടാനും അതുപോലെ ഇതുപോലെ ടേബിൾ അതിനുള്ള പൈസ കേട്ടോ കൊടുത്ത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സഹായിച്ചിട്ട് ഒത്തൊരുമിച്ചിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ അതിനൊരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു, പ്രത്യേക രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാൻ. ലിഹാനുവിനെ ഉറക്കിയിട്ടാട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കരയണു പറഞ്ഞിട്ട് റംഷി വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സമാധാനക്കേട് അവൻ എണീറ്റാലോ എന്നുള്ളതിൽ. പക്ഷെ ഞാനൊരു 11 മണി ടൈമിൽ ഇവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ പോയത് 3 മണിക്കൊക്കെ കേട്ടോ. അതിനിടയ്ക്ക് ടീച്ചർ എനിക്ക് വേഗം സമ്മാനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു കേട്ടോ. സുന്ദരിക്ക് പൊട്ടുകടൽ, അതുപോലെ കസേര കളിയിൽ 3rd ആയിരുന്നു. കുറേ മുന്നൊക്കെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഓരോ പാർട്ടിസിപ്പേറ്റൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ ഓണം പരിപാടിയുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.